എല്ലാവർക്കും നമസ്കാരം. ല.ഇനയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു രുചി തേടി അല്ലെങ്കിൽ പുതിയ റെസിപ്പി തേടി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോതമംഗലത്തുള്ള ചേച്ചിയുടെ വീട്ടിലാണ്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു നാടൻ വിഭവം തന്നെയാണ്. ആ വിഭവം എന്താണെന്നും അതിൻ്റെ ബാക്കി റെസിപ്പികളുടെ വിശേഷങ്ങളും നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ചേച്ചിനെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് നമ്മൾ എന്താ പറയുക റെസിപ്പിയുടെ കാര്യം ചോദിച്ചപ്പോൾ ചേച്ചി നമുക്ക് ഒരു അടിപൊളി റെസിപ്പി നമ്മൾ സൂചിപ്പിച്ചായിരുന്നു റെസിപ്പിനെ പറ്റി. അപ്പോൾ ആ റെസിപ്പിയുടെ ചേച്ചി അത് ചെയ്യാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ റെസിപ്പി എന്നാന്ന് ചേച്ചി തന്നെ പറഞ്ഞു പ്രേക്ഷകരോട്. അത് എൻ്റെ ചാച്ചൻ ചെറുപ്പത്തിൽ ഞങ്ങളെ പഠിപ്പിച്ച ഒരു റെസിപ്പിയാണ്. ബീഫ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. മുളക് ചതച്ചിട്ട ബീഫ് എന്നൊക്കെ പറയും. പ്രത്യേകിച്ചൊരു പേരൊന്നുമില്ല, നാടൻ രീതിയിൽ തന്നെ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അതിപ്പോൾ നമുക്ക് കൂടുതൽ കഴിക്കാനൊക്കെ പറ്റും. മറ്റേ ഒത്തിരി മസാലകൾ അതിനകത്തൊന്നും വരുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഇതാണ് ചെയ്യുന്നത്. പൊടികൾ ചേർക്കുന്നില്ല എന്നാണ്, കൂടുതൽ പൊടികൾ ചേർക്കുന്നില്ല എന്നാണ് അതിൻ്റെ ഐറ്റമിലെ പ്രത്യേകത. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നൊക്കെ ചേർക്കേണ്ടത്? അത് ബീഫ്, ചെറിയുള്ളി ചതച്ചത്, വറ്റൽമുളക് ചതച്ചത്, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. നീ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ ചേച്ചി ഉരുളി അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ലേ? അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് എങ്ങനെ ആദ്യം ബീഫ് വേവിക്കാൻ വയ്ക്കും? അത് അല്ല, ചെറിയുള്ളി നമുക്ക് അതിനകത്ത് വെക്കണം. നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നമ്മൾ ആദ്യം വഴറ്റിയെടുക്കുകയാണ്. സാധാരണ ഞങ്ങൾ അങ്ങനെ ബീഫ് ആദ്യം നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് അങ്ങനെയാണല്ലോ ചേച്ചി ഉണ്ടായിട്ട്. ഇത് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ വന്നോണ്ടല്ലേ ചേച്ചി, നാടൻ രീതിയിൽ വന്നോണ്ടാണല്ലേ ഇതിൽ നിന്നാണ് ബീഫ് വേവിക്കുന്നത് അല്ലേ? അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഞാൻ ഫസ്റ്റിലെ കാണുന്ന കേട്ടോ ഇങ്ങനെ ആദ്യം റെസിപ്പി ആണെന്ന് പറഞ്ഞല്ലോ പണ്ട്. ഇതാരായിരുന്നു ചേച്ചിട്ട് പറഞ്ഞു? എൻ്റെ അച്ചാച്ചൻ ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ഉണ്ടാക്കണം പറഞ്ഞു. എന്നാൽ ഈ രീതിയിലായിരുന്നു അപ്പം തയ്യാറായിക്കൊണ്ടിരുന്നത്. അന്ന് വെച്ചിട്ട് വീട്ടിലിങ്ങനെ പങ്കായിട്ട് അല്ലേ അങ്ങനെയായിരുന്നു വാങ്ങിക്കുന്നതേ. നമ്മൾ 1 കിലോ 2 കിലോ അങ്ങനെയല്ല, കുറെ പേര് കൂടിയിട്ട് ഇങ്ങനെ ഒരു പോത്തിനെയൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ഇറച്ചി കൊണ്ടുവരുന്നു. അതാകുമ്പോൾ ആവശ്യത്തിന് ഇറച്ചിയും കിട്ടും അല്ലേ? നീ പറഞ്ഞ പോലെ അങ്ങനെ ഇത്രയും വിലയില്ലാന്ന് തോന്നുന്നില്ല ആ സമയത്ത്, അത്രയും പൈസ ഒന്നും ഇല്ലല്ലോ. വറ്റൽമുളക് ചതച്ചെടുക്കാം. ഇതിന്റെ കളറ് മാറി വരണ്ടേ ചേച്ചി? അതോ അതെയോ? വേണ്ട, അത്ര മതി. അപ്പൊ ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടാ മതി അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ മുളക് ചേർത്ത് കൊടുത്തു. വേറെ ഈ മുളക് നമ്മളിപ്പോൾ ചേർക്കണം, അല്ലാണ്ട് വേറെ അഡീഷണൽ മുളക് ചേർത്ത് കൊടുക്കണില്ലല്ലോ? ഇത് മാത്രമല്ലേ ഉള്ളൂ? ഇച്ചിരി കാശ്മീരി ചില്ലി നമ്മളെ കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണേ ഉള്ളൂ അല്ലേ? കാശ്മീരി ചില്ലി ഇച്ചിരി ഇടാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം അല്ലേ? കുരുമുളക് പൊടിയുടെ അളവ് പറയുകയാണെങ്കിൽ എന്താ, ചെറിയ ഒരു 2 അല്ലെങ്കിൽ 3 സ്പൂൺ അല്ലേ അതിന്റെ? എരിവ് കൂടുതലുള്ളവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ആയിട്ടപ്പോൾ നല്ല കുത്തലിന്റെ മണം ഇങ്ങനെ ഒന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ. കുരുമുളകിന്റെ മണം എല്ലാം കൂടി ഒരു. അതിനകത്ത് വേറെ മസാലയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ലേ? ഇത്ര ചേർത്ത് കൊടുക്കുള്ളൂ. അത് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. നമുക്ക് ഈ കൂടെ തന്നെയാണ് ബീഫ് ഇട്ട് കൊടുക്കണം. ബീഫ് ചേർക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഇനി വേവാൻ വേണ്ടി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഗ്രേവി ആ ഒരു ഇതിലാണോ അതോ ശരിക്കും ഫ്രൈ ആയിട്ടാണോ നമ്മൾ എടുക്കാൻ പോകുന്നത്? ഫ്രൈ വേണേ ആക്കാം. ചപ്പാത്തിക്ക് അങ്ങനെയൊക്കെ ഉള്ളതിന് കഴിക്കാനാണ് ചെറിയൊരു ഇതായിട്ട്. പക്ഷെ ഒത്തിരി ഗ്രേവി അല്ല അല്ലേ? അതിനകത്ത് ഫ്രൈ അല്ലാത്ത രീതിയിൽ അല്ലേ?
അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് വേവിക്കാൻ പോകുന്നത് ഇതിനകത്ത് വെച്ച് തന്നെയല്ലേ വേവിക്കാൻ വേണ്ടി പോകുന്നത്? ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കണം അല്ലേ? അപ്പോൾ ചേർക്കുകയാണെങ്കിൽ അളവ് പറഞ്ഞ 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ അല്പം എടുത്തിട്ടുണ്ടാവും അല്ലേ? ചെറിയ സ്പൂൺ 2 സ്പൂൺ 1 സ്പൂൺ മതി. ബാക്കി ഉപ്പ് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ കൂടിപ്പോയി കഴിഞ്ഞാലേ പിന്നെ നമുക്ക് പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ? വെള്ളം ഒഴിച്ച് ഇറച്ചിയുടെ മുകളിൽ നിൽക്കാൻ മാത്രമേ വെള്ളം ഒഴിക്കണ്ടല്ലോ നമുക്ക് ഇതൊരു പാകത്തിന് അല്ലേ? ശരിക്കും പറഞ്ഞാൽ 1 ഗ്ലാസ് 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് മതിയാകും അല്ലേ വെള്ളം? അതിൽ നോക്കിയിട്ട് ചെയ്താൽ മതി അല്ലേ? ഇറച്ചി വേവാൻ പാകത്തിനുള്ള. ഇത് ചെറിയ തിള വന്നിട്ടുണ്ട്. നമുക്ക് അടച്ച് വെക്കാം. ഒരു 3/4 മണിക്കൂർ വേണം വേവാനായിട്ട്. ബീഫിന് വേവുള്ള സാധനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു സംശയമാണ്. നമുക്ക് ഇത് കുക്കറിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും? കുക്കറിൽ വെച്ചിട്ടും ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലല്ലേ? അതും പ്രത്യേകിച്ച് ഈ ഉരുളക്കകത്ത് തന്നെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ടേസ്റ്റ് കുറച്ച് കൂടുതലുണ്ടാവും അല്ലേ? പണ്ടുകാലത്തൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്, അതിന് ടേസ്റ്റ് കൂടുതലുണ്ട്. കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസം വരുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. കുക്കറിൽ വെച്ച് ചെയ്യാൻ പെട്ടെന്ന് ചെയ്യണമെങ്കിൽ കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് ഈ മുളക് ചതച്ചെല്ലാം കൂടെ വഴറ്റിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ആ രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? ചേച്ചി അപ്പോൾ ഇതും ഞാനന്ന് സ്റ്റാറ്റസ് വന്നപ്പോൾ ഞാൻ 2-3 വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചെയ്ത് ഇതല്ലല്ലോ, വേറെ എന്തൊരു വ്യത്യസ്തമായിട്ട് സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന ഈസ്റ്റേൺ കമ്പനിയിലാണ്. അപ്പോൾ അതിൻ്റെ ഞങ്ങൾക്കൊരു മത്സരത്തിന്റെ ഭാഗമായിട്ട് ചെയ്തതായിരുന്നു. സാമ്പാർ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നാ വെജ് നോൺ വെജ് അല്ല, അപ്പോൾ വെജും ചെയ്യുമല്ലേ? അത്യാവശ്യം ഇത് എന്നാ ഇപ്പം നാട്ടിൻ രീതിയിൽ നമ്മളിത് ചേച്ചി ഇങ്ങനെ പറഞ്ഞ് കുക്ക് ചെയ്യണ കാര്യം മുത്തശ്ശൻ ചെയ്യണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മുത്തച്ഛനല്ല, എൻ്റെ അച്ചാച്ചനാണ്. അപ്പോൾ ചാച്ചന ഇതല്ലാണ്ട് വേറെ ഒരു എന്തെങ്കിലും റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ഉണ്ട്. ഇഷ്ടംപോലെ റെസിപ്പികളുണ്ട്. ഞാൻ ചെറുപ്പത്തിലോട്ട് പാചകം ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാം ചെയ്യാൻ ഏൽപ്പിക്കുമായിരുന്നു. അന്നൊക്കെ എല്ലാം ചെയ്യും. ആദ്യം ഞാൻ ഫസ്റ്റ് പാചകം ചെയ്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കേണ്ടത്. അത് ഒരു ദിവസം ഇതുപോലെ മീൻ വാങ്ങിച്ചു കൊടുത്തു വിട്ടു. അടുത്തുള്ള ഒരു പൈൻ്റെ കൊടുത്തു വിട്ടു. എന്നിട്ട് പറഞ്ഞ ആളോട് വീട്ടിൽ കൊടുക്കാനാ പറഞ്ഞു. പക്ഷെ ആള് വന്നിട്ട് അവിടെ വീട്ടിൽ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, അന്ന് ഞാൻ ചെറുതാണ്, ഒരു 5-5 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പൊ ചേച്ചി ഈ മീന് നന്നാക്കി കറി വെച്ച് വെക്കാനാ പറഞ്ഞു വിട്ടേന്ന്. അപ്പൊ എനിക്ക് ആ പേടിയായി, ഇനിയിപ്പോ ഇത് കറി വെച്ച് വെച്ചില്ലേ അമ്മ വരുമ്പോ വഴക്കുറയില്ല. അപ്പൊ ഞാൻ മീനൊക്കെ നന്നാക്കി അമ്മ നന്നാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ എല്ലാം നന്നാക്കി നമ്മളന്ന് ഈ മീൻ നന്നാക്കുമ്പോൾ ഉപ്പിട്ടാണല്ലോ തേച്ച് കഴുകുന്നത്. അത് ഉപ്പിട്ട് തേച്ച് കഴുകി പുളി എല്ലാ സാധനമൊക്കെ ചേർത്ത് കറി വെച്ചു. പക്ഷെ കറി വെച്ച് നോക്കിയിട്ട് ഇതിന് ടേസ്റ്റ് വരുന്നില്ല. ഇതിന് എന്തോ കുറവുണ്ടെന്നുള്ള വിചാരം. എന്താ കുറവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, അവര് വരുന്നതിന് മുമ്പേ കറിയൊക്കെ റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് എന്താ കുറവെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാനിങ്ങനെ ഇനി അമ്മ വരുമ്പോൾ വഴക്ക് കുറയില്ലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഇരിക്കുക, ഇത് കുളമാക്കിയില്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ എന്റെ വല്യപ്പൻ അന്ന് കറക്റ്റ് വന്നു. വല്യപ്പൻ വന്നപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, വല്യച്ചാച്ച ഞാനിങ്ങനെ മീൻ കറി ഉണ്ടാക്കി, ഇതിന് എന്നെ എന്തോ കുഴപ്പമുണ്ട്, ഇത് ടേസ്റ്റ് വരുന്നില്ല, എന്തോ ഒരു കുറവുണ്ട്, എന്താന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. വലിച്ചാച്ച വന്ന് നോക്കിട്ട് പറഞ്ഞു, എടി പൊട്ടി ഇതിനകത്ത് ഉപ്പ് ചേർത്തോന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, അതിന് നമ്മള് കടലിൽ നിന്ന് കിട്ടുന്ന മീനല്ലേ, ഇതിന് ഉപ്പുണ്ട്, പിന്നെ ഉപ്പിട്ടല്ലേ കഴുകി, പിന്നെ ഉപ്പ് ചേർക്കണോ? അപ്പൊ പറഞ്ഞ അത് കണ്ട് കാര്യമില്ല, ഇതിന് ഉപ്പ് ചേർക്കണം, ഉപ്പിന്റെ കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓരോ പാചകം വെച്ചിട്ട് ഒരു 20 മിനിറ്റായി. നമുക്ക് എന്തായി നോക്കാം. നല്ലപോലെ തിളയൊക്കെ വന്നിട്ടുണ്ടല്ലേ ചേച്ചി? തിളച്ച് വെള്ളം ഇച്ചിരി വറ്റാനുണ്ട്. നമ്മുടെ ഈ ഉരുളിയിൽ ചൂട് കുറച്ചുകൂടെ കൂടുതൽ നിൽക്കും ചേച്ചി? കുറെ സമയം ചൂട് കൂടുതൽ നിൽക്കും അല്ലേ? ഉരുളി ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടായി, വലിയ തീയൊന്നും ഇല്ലെങ്കിലും. ഇപ്പം മുളകാണെങ്കിൽ പാകത്തിന് ആ കളർ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, പാകത്തിനുള്ള കളർ ആയിട്ടുണ്ട് അല്ലേ? നീ ഇപ്പം കുറച്ച് പിടിക്കാനുണ്ട്, നല്ല ഇറച്ചിയിലേക്ക് കുറച്ച് പിടിക്കാനുണ്ടല്ലേ? ഇത് വറ്റി വരുമ്പോൾ ആ ഇറച്ചിയിലേക്ക് അതെല്ലാം കൂടെ പിടിച്ച് വറ്റി എന്നിട്ടൊരു പെരണ്ടിരിക്കുന്ന അവസ്ഥയിലെടുക്കുന്ന. ഇനി നമുക്ക് എന്തോരം സമയം എടുക്കുമായിരിക്കും? ഇപ്പം 10-20 മിനിറ്റും കൂടെ ഇരിക്കട്ടെ. അത്രയുടെ എടുക്കൂലേ? വിശക്കൊന്നും ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചത് നീ എന്തോരം നേരം എടുക്കും? കുറച്ചേരം എടുക്കൂലേ? അപ്പൊ കുക്കറിൽ വെച്ചിട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്നാവും. ഞാൻ നാച്ചുറലി ഉണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടാക്കി കാണിച്ചതാണ്. അല്ലേ, നമ്മൾ ഈ സ്മെല്ലൊക്കെ അടിച്ചുകൂടെ തന്നെ നിൽക്കണ്ടേ, അപ്പൊ പിന്നെ കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് തോന്നൂല്ലോ, അതുകൊണ്ട് അതാണ് നമുക്ക് പരമാവധി വിശന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയില്ലേ? അമ്മ ആണല്ലോ. ആദർശ ഇത് എന്റെ അമ്മയാണ്. അമ്മയല്ലേ?
എന്താ പറയുക, ഞങ്ങൾ ചെറിയൊരു കുക്കിങ്ങിൻ്റെ പരിപാടി ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അമ്മച്ചി വന്നതിനാലും നന്നായില്ല. അപ്പോൾ കുറച്ച് കഥകളും കിട്ടി. അപ്പോൾ ഞങ്ങൾ പഴയ റെസിപ്പികൾ ചെയ്യണിരിക്കുന്നു. അപ്പോൾ കുറച്ച് ഞങ്ങൾ ആരാ നമ്മൾ മുസ്ലിൻ്റെ അച്ചാച്ചൻ ഉണ്ടാക്കുന്ന ബീഫില്ലേ മുളകൊക്കെ ഇടിച്ചിട്ടുണ്ടാക്കുന്നത്, അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ പണ്ട് ഞാൻ ആദ്യം മീൻകറി വെച്ച കഥയുണ്ടല്ലോ, ഉപ്പ് ചേർക്കാതെ കറി വെച്ച ആ കഥയൊക്കെ പറഞ്ഞില്ലേ. മീൻകറിയിൽ മാത്രമാണ് ഉപ്പിടാണ്ട് വെച്ചിട്ടുള്ളൂ, വേറെ എല്ലാ കടയിലും ഉപ്പിടാണ്ട് വെച്ചിട്ടുണ്ടോ? ഇപ്പൊ സത്യം അറിയാലോ ഇതിനൊക്കെ ചെയ്തിട്ടുള്ള കാര്യം. വേറെ ചെയ്തിട്ടില്ല, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേ? അപ്പൊ ചെറുപ്പത്തിലെ പാചകം വളരെ നന്നായിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഡയലോഗ് വിട്ടായിരുന്നു. നേരെ നന്നൊക്കെ നീ ഉണ്ടാക്കുമായിരുന്നു. പാചകം പഠിപ്പിച്ചതാ. അതെ അല്ലേ? 5 വയസ്സുള്ളപ്പോ 5 വയസ്സ്. അപ്പൊ ശരിയാ പറഞ്ഞതല്ലേ? അങ്ങനെ പറഞ്ഞായിരുന്നു. എങ്കിലും ചോദിച്ചല്ലോ, ഞാൻ ചുമ്മാ ചോദിച്ചു, വെറുതെ ചോദിച്ചാട്ടോ. ഇതൊരു വെറൈറ്റി ഡിഷായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ വേറെ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു, നാടൻ രീതിയിൽ. അപ്പൊ അമ്മച്ചിക്ക് ഇങ്ങനെ കുറച്ച് വിഭവങ്ങൾ അറിയായിരിക്കുമല്ലോ അല്ലേ? അമ്മച്ചിയുടെ സ്പെഷ്യല് പരിപ്പ് കറിയുണ്ട്, മെഴുക്കുവരട്ടി ഒക്കെ അമ്മ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാ. പാവയ്ക്ക, പയറ്, അങ്ങനെയുള്ള സാധനമൊക്കെ മെഴുക്കുവരട്ടി വെച്ച് കഴിഞ്ഞാൽ അമ്മ വെക്കുന്ന അത്രയൊന്നും ഞങ്ങളൊന്നും വെച്ചാൽ വെക്കൂല. ദയവായിട്ട് അമ്മച്ചിനെ ഇപ്പൊ കൊണ്ടുവന്ന മണമൊക്കെ അടിക്കണ്ടോ അമ്മച്ചി? ചെറുതായിട്ട് വന്നിട്ടല്ലേ? കയറി വന്നപ്പോ കിട്ടിയാണോ? അവിടെ വന്നപ്പോ കിട്ടിയാണോ? ഇവിടെ വന്ന പിന്നെ കിട്ടിയല്ലേ? ബീഫ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മള് നേരെ വെച്ചിട്ട് കുറച്ച് നേരം ആയല്ലേ ചേച്ചി? ഒന്നും തുറന്നു നല്ല രീതിയിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ടല്ലേ? വെള്ളം ഇപ്പം ഇതായതില്ല, ആവശ്യമായിട്ടില്ലേ ചേച്ചി? ഇനി കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ടല്ലേ? ബീഫ് നമുക്ക് വേവായിട്ടുണ്ടോ? അപ്പം വേറായിട്ടുണ്ട്. ബീഫേ വേവണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കുറച്ചായിട്ട് കൊടുത്തേക്കണം അല്ലേ? പെട്ടെന്ന് പറ്റിക്കോളും. നമുക്ക് നടച്ചു വെച്ചിട്ട് കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? മണം വന്നിട്ട് ഉപ്പൊക്കെ ഉള്ളത്, ഉപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആവശ്യത്തിന്. മണം കേട്ടപ്പോ ഉപ്പുള്ളത് എങ്ങനെ മനസ്സിലായി? അതെങ്ങനെ എനിക്കറിയില്ലോ. അതെന്ന് പറഞ്ഞു ടെക്നിക്ക് ഉണ്ട്. അതെങ്ങനെയാ എങ്ങനെ അറിയാൻ പറ്റുന്നത്? ആ കറിയുടെ ടേസ്റ്റ് കറക്റ്റ് ആ സ്മെല്ല് നമുക്ക് കിട്ടും, ഉപ്പൊക്കെ പാകത്തിനാണെങ്കിൽ. അങ്ങനെയുണ്ടോ? അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണേട്ടോ, എനിക്കറിയില്ല സംഭവം. അത് പാചകക്കാരോടൊക്കെ ചോദിച്ചു നോക്കി, അവർക്ക് അതിന്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ അറിയാം അതിനകത്ത് എന്താ കുറവുള്ളതെന്നൊക്കെ. ചിലരാകുമ്പോ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ലേ? ഒരാൾ ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മണം കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നു. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല സ്മെല്ലൊക്കെ വന്ന് അല്ലേ? അല്ലേ? വെള്ളമൊക്കെ ശരിക്കും പറ്റി വന്നിട്ടുണ്ടല്ലേ ചേച്ചി? ഇനി നമുക്ക് ഇത് പൊറോട്ടയുടെ കൂടെ കഴിക്കാനാണ്, അപ്പൊ ഇത്രയും ഗ്രേവി ഇരുന്നോട്ടെ. അതുകൊണ്ടാണ് ഈ ഗ്രേവി ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പറ്റിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് മാത്രമല്ല ചേച്ചി അത് നുറുക്കി, അതുകൊണ്ട് പീസുകൾ നോക്കി അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മറ്റേ അവർ കുറച്ചുകൂടെ ഇതായിട്ടില്ല തന്നെ. അതെ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴേ വലിയ വലിയ പീസായിട്ടായിരിക്കും. ഇത് പാകത്തിനായിട്ടുണ്ട്. ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. പിന്നെ വാങ്ങുമ്പോഴേ ഒരു ലേശം വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കും. ഇത് എന്നാ ചേച്ചി ഉദ്ദേശിക്കുന്നത്? വെളിച്ചെണ്ണ മുകളിലേക്ക് വരുമ്പോൾ ടേസ്റ്റ് അല്ലേ? ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ? അതെയോ? അതെ അതെ, നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ നമ്മളിങ്ങനെ ചൂടാക്കിയിട്ടല്ല ഉപയോഗിക്കുന്നത്. പണ്ടൊക്കെ ഉള്ളൊരു കറിയൊക്കെ വെക്കുമ്പോണ്ടല്ലോ, കറി ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. വെളിച്ചെണ്ണയൊക്കെ വന്നപ്പോഴത്തേക്കും അല്ലേ അടിപൊളിയായിട്ടുണ്ട്. അത് റെഡി ആയിട്ടുണ്ട്, കറി റെഡി ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എന്നാ പൊറോട്ട എടുക്കൂ. അതെ, പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. സ്മെല്ല് കേട്ട പുള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നാന്നുള്ളൂ. പാമ്പ് മാളത്തിൽ നിന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. സ്മെല്ല് അവിടെ കറി എന്തൊരു തോന്നല് വന്നോണ്ട് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്ന ചാടി വന്നാലേ. എന്താണേലും സംഗതി വെന്തോ? സംഗതി റെഡി ആയിട്ടുണ്ട്. എന്നാ ശരി, നമുക്ക് അല്പം കഴിച്ചു നോക്കാല്ലേ. ചൂടും പൊറോട്ട അല്ലേ? നല്ല ചൂടും പൊറോട്ടയാണ്. അടിപൊളി. അതെ, സത്യം പറഞ്ഞാൽ വിശന്ന് പ്രാണം പോയി നിൽക്കുവായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ ചൂടും പൊറോട്ടയും പിന്നെ നമ്മുടെ എന്താ പറയുക വറ്റൽമുളക് ചതച്ച് ചേർത്ത നമ്മുടെ ബീഫും കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടി പോവാണ്. ആദ്യം ബീഫ് വെച്ച് കഴിച്ചു നോക്കട്ടെ, പൊറോട്ടയുടെ ടേസ്റ്റ് കിട്ടണ്ട. അടിപൊളി, തകർത്ത് ചേച്ചി. നമ്മളെ ചൂടും പൊറോട്ടയും നമ്മുടെ വറ്റൽമുളക് ചതച്ചരച്ച ബീഫും കൂടെ കൂട്ടി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവനെ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അടിപൊളി സംഭവിച്ചു.
തകർത്തു എന്ന് പറഞ്ഞാൽ തകർത്തു, വേറെ ഒന്നും പറയാനില്ല. കിടിലൻ സംഭവം എന്ന് വെച്ചാൽ ഒത്തിരി എരിവ് കൂടുതലുമില്ല. പിന്നെ നമ്മുടെ കുരുമുളകിൻ്റെ ചെറിയ ഇത് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഞാൻ കഴിക്കാൻ വേണ്ടി ഒന്നര കഴിക്കട്ടെ. വേറെ മസാലകൾ നമ്മൾ ചേർക്കുന്നില്ലല്ലോ. കിടിലൻ സംഭവം ചേച്ചി, കിടിലൻ സംഭവമായി. ഇത് വേറെ ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ, എന്തായാലും കഴിച്ചിട്ടില്ല. എന്നാലും സംഭവം പൊളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയായിരുന്നു. പപ്പയിൽ നിന്ന് ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയണില്ല. ഞാൻ പറഞ്ഞു കറക്റ്റാണോ നോക്കട്ടെ. ഉപ്പനായിട്ടില്ലേ? എരിവും ഉപ്പൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് മഞ്ചി? നല്ലതാണ്, നല്ലതാന്ന് പറയുള്ളൂ കേട്ടോ. എല്ലാവരും നല്ലതാന്ന് പറഞ്ഞാ പറഞ്ഞേ. അതെ, ഉണ്ടാക്കിയ ആള് തന്നെയാ പറഞ്ഞ കേട്ടോ. ഉണ്ടാക്കിയ തന്നെയാണ് ആള് പറഞ്ഞത്. പിന്നെ ഇതിനകത്ത് നമ്മള് പൊടിയും ചേർക്കാത്തല്ലോ അപ്പേ അല്ലേ? മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ഇത് നമ്മൾ സാധാരണ കഴിക്കുന്നതിൽ ഇരട്ടി കഴിച്ചാലും വയറിന് കംപ്ലൈന്റോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അതെ, ഉറപ്പാണോ? എന്നാ കാര്യം ഞാൻ ഏറ്റു. ചെറിയ ടെൻഷൻ നമുക്ക് പിന്നെ ഉണ്ടല്ലോ കാന്താരി മുളക് ചേർത്തിട്ടിട്ട് ഇതിന്റെ തന്നെ വേറൊരു സംഭവമുണ്ട്. ഈ വറ്റൽമുളകിന് പകരം കാന്താരി മുളക് ചേർത്തിട്ട് വേറൊരു ടേസ്റ്റ് കുറച്ചുകൂടി കുറച്ച് കളറിന് വ്യത്യാസം വരുമായിരിക്കും അല്ലേ? നോക്കുമ്പോൾ ഒരു പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് ചെയ്യാലോ. എന്നാലും അതും ചെയ്തിട്ടില്ല. വീഡിയോ ചെയ്തില്ലെങ്കിലും ഒന്ന് കഴിച്ചു നോക്കണം ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് ഇവിടെ കാന്താരി മുളക് കിട്ടാനില്ലല്ലോ, അതുകൊണ്ടാണ് അവിടെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഇതിനു മുമ്പ് പപ്പ കഴിച്ചിട്ടുണ്ട്? ഇവിടെ ഉണ്ടാക്കി എത്ര പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്? അവ എന്നും കഴിച്ചോണ്ടിരിക്കണേ അല്ലേ? ഇവണ്ട് ഭയങ്കര മിണ്ടിയതൊക്കെ ഇതൊന്നും മിണ്ടല്ലോ കേട്ടോ. പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഇതിനകത്ത് ചേർക്കുന്ന ചേരുവകളുടെ മറ്റ് ഇതൊക്കെ ഉണ്ടല്ലോ, അത് വ്യത്യാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അത് നല്ല അടിപൊളി നമ്മളെ വറ്റൽമുളക് ചതച്ചരച്ചിട്ട് നമ്മൾ തയ്യാറാക്കിയ ബീഫാണ് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പൊതുവേ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി നോക്കുക അല്ലേ? ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നല്ല വെറൈറ്റി വീഡിയോകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.